ലോകം എംപോക്സ് ഭീതിയിലേക്ക് നീങ്ങുകയാണ്. WHO ഗ്ലോബൽ ഹെൽത്ത് എമർജൻസിയായി എംപോക്സിന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വിവിധങ്ങളായ രാജ്യങ്ങളിലേക്കെല്ലാം തന്നെ എംപോക്സ് ഇന്ന് വലിയ തോതിൽ തന്നെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ എന്താണ് ഈ ഒരു എംപോക്സ്? അത് നമ്മളുടെ ഇടയിലേക്കും എത്തിച്ചേരുമോ? നമ്മളും അതിനെ ഭയക്കേണ്ടതുണ്ടോ? വിശദമായി തന്നെ പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു എ വേൾഡ് ഓഫ് ലുഹിയ. എംപോക്സുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് കാനഡക്കും സ്വീഡനും പാകിസ്ഥാനും ശേഷം ഫിലിപ്പൈൻസിലേക്ക് കൂടെ എംപോക്സ് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞൊരു കാര്യമാണ്. ഇതിനെല്ലാം അടിസ്ഥാനത്തിൽ തന്നെയാണ് കൂടുതൽ ആളുകളിലേക്ക് വലിയ തോതിൽ തന്നെ പടർന്നുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് WHO അഥവാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഗ്ലോബൽ ഹെൽത്ത് എമർജൻസി ആയിട്ട് എംപോക്സിനെ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുള്ളത്. സത്യത്തിൽ എന്താണ് ഈ ഒരു എംപോക്സ്? നമ്മൾ 2 വർഷങ്ങൾക്ക് മുമ്പ് 2022 മങ്കി പോക്സിനെ കുറിച്ച്, കുരങ്ങ് വസൂരിയെക്കുറിച്ച് വിശദമായിട്ടുള്ളൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ സാധനം തന്നെയാണ് ഇവിടെ ഇപ്പോൾ എംപോക്സ് എന്ന പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സെൻട്രൽ ആഫ്രിക്കയിലൊക്കെയാണ് പ്രധാനമായിട്ടും എംപോക്സ് കാര്യമായ നിലയിൽ തന്നെ പടർന്നിട്ടുണ്ടായിരുന്നത്. വലിയ തോതിൽ അവിടെയുള്ള ആളുകൾക്കിടയിൽ ഈ ഒരു അസുഖം ഉണ്ടായിരുന്നു. അപ്പം അവിടുത്തുകാരായിട്ടുള്ള ആളുകളെ ഈ മങ്കി പോക്സ് എന്ന് പറയുന്ന ആ ഒരു വേർഡിലെ, അല്ലെങ്കിൽ മങ്കി എന്ന് പറയുന്ന ഒരു പ്രയോഗം ഉപയോഗിച്ചുകൊണ്ട് പലരും കളിയാക്കാൻ സാധ്യതയുണ്ട്. അതിലൊരു റേസിസ്റ്റ് ടച്ചൊക്കെ വരുന്നുണ്ട് എന്നൊരു കാര്യം കൊണ്ടാണ് ആ ഒരു പേര് മാറ്റിയിട്ട് മങ്കി പോക്സ് എന്നുള്ള പേര് മാറ്റിയിട്ട് WHO എംപോക്സ് എന്നാക്കിയിട്ടുള്ളത്. വിശദമായ നിലയിൽ തന്നെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചാനലിലെ വീഡിയോസുകളൊക്കെ തന്നെയും ഫോളോ ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ എംപോക്സിനെ കുറിച്ച്, മങ്കി പോക്സിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവും. 1958 ഡെൻമാർക്കിലെ ഒരു ലാബിലാണ് ആദ്യമായിട്ട് കുരങ്ങുകളിൽ, പ്രത്യേകിച്ച് ഏഷ്യൻ കുരങ്ങുകളിൽ ഇത്തരത്തിലുള്ള ഒരു വസൂരി കണ്ടെത്തുന്നത്. അവരുടെ ശരീരത്തിലൊക്കെ ചെറിയ ചെറിയ റാഷസ്, ചെറിയ കുമിളകളൊക്കെ തന്നെയും പൊങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനടിസ്ഥാനത്തിൽ കുരങ്ങുകളിലാണ് ആദ്യമായിട്ട് ഈ ഒരു വസൂരി കണ്ടെത്തിയിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ അതിന് മങ്കി പോക്സ് എന്നൊരു പേര് നൽകുകയായിരുന്നു. പിന്നീട് ഏറെ നാളത്തേക്ക് ഈ മങ്കി പോക്സുമായി ബന്ധപ്പെട്ട കാര്യമായിട്ടുള്ള വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ 1970 എത്തുമ്പോൾ ആഫ്രിക്കയിൽ ചില ആളുകളുടെ ഇടയിലേക്ക് കൂടെ മങ്കി പോക്സ് എത്തുകയാണ്. വലിയ തോതിൽ തന്നെ ആഫ്രിക്കയിലെ ആളുകൾക്കിടയിൽ ഈ ഒരു രോഗം പടർന്നുകൊണ്ടിരിക്കുകയാണ്. വിശദമായ നിലയിൽ തന്നെ മങ്കി പോക്സിനെ കുറിച്ച് പഠിച്ചു നോക്കുമ്പോഴാണ് ഇത് കുരങ്ങന്മാരിൽ നിന്നുണ്ടാകുന്നതെല്ലാം മറിച്ച് ചെറിയ മാമൽസ് അഥവാ ചെറിയ അണ്ണാൻ, അതുപോലെ തന്നെ എലികൾ, പെരിച്ചായ്കൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ജീവികൾ ഉണ്ടായിട്ട് അത് പിന്നീട് കുരങ്ങന്മാരിലേക്ക് എത്തുന്നതാണ് എന്നുള്ള നിലക്കൊക്കെ കൃത്യമായ നിലയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുണ്ടായി. നമ്മൾ പരിശോധിക്കുമ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ സെൻട്രൽ ആഫ്രിക്കയിൽ ധാരാളം ആളുകളിൽ ഈ ഒരു മങ്കി പോക്സ് കാലാകാലങ്ങളായിട്ട് വലിയ തോതിൽ തന്നെ പടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തുകാരായിട്ടുള്ള പലർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, മരണം വരെയും സംഭവിക്കാറുണ്ട്. 2022 കണക്കുകൾ നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ വലിയ തോതിൽ തന്നെ ഈ ഒരു എംപോക്സ് ലോകത്തെമ്പാടും വ്യാപിച്ചിട്ടുണ്ടായിരുന്നു, വലിയ തോതിൽ തന്നെ പകർന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഏറെക്കുറെ 1 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് എംപോക്സ് അഥവാ മങ്കി പോക്സ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഒരുപാടധികം മരണങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും അധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അമേരിക്കയിലാണ്. ഇനി ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ വന്ന് 27 മങ്കി പോക്സ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ 1 മരണവും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയും നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആദ്യത്തെ കേസ് കേരളത്തിൽ നിന്നാണ്. കേരളത്തിലുള്ള തൃശ്ശൂരുള്ള ഒരു വ്യക്തിക്കാണ് ആദ്യമായിട്ട് മങ്കി പോക്സ് ഇന്ത്യയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മങ്കി പോക്സിന് പ്രധാനമായിട്ടും 2 വകഭേദങ്ങളുണ്ട്. മങ്കി പോക്സ് ക്ലാഡ് 1ഉം അതുപോലെ തന്നെ മങ്കി പോക്സ് ക്ലാഡ് 2ഉം. അതിൽ തന്നെയുള്ള മങ്കി പോക്സ് ക്ലാഡ് 2 ആണ് ആ ഒരു സമയത്ത് 2022 വലിയ തോതിൽ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പടർന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുന്നത്, വലിയ വ്യാപനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എംപോക്സിൻ്റെ ക്ലാഡ് 1 എന്ന് പറയുന്ന വകഭേദമാണ്. കൂട്ടത്തിൽ ഏറ്റവും അധികം വീര്യം കൂടുതലുള്ളതും ഇതിന് തന്നെയാണ്. ഇതിൻ്റെ ഒരു ഡെത്ത് റേഷ്യോ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ 10% എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അഥവാ 100 ആളുകൾക്ക് എംപോക്സ് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അതിൽ 10 ആളുകൾ മരണപ്പെടാനുള്ള സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം, അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനെ നമുക്ക് പിടിച്ചു കെട്ടിക്കൂടെ? മങ്കി പോക്സ് വൈറസ് കാരണമായിട്ട് ബാധിക്കുന്ന ഈ ഒരു എംപോക്സ് ഡിസീസിനെ, അല്ലെങ്കിൽ ഈ ഒരു വസൂരിയെ നമുക്ക് ലോകത്തുനിന്ന് തുടച്ചു നീക്കിക്കൂടെ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു മങ്കി പോക്സിന് കൃത്യമായിട്ടുള്ള വാക്സിൻ ഇന്നേ വരെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും സെൻട്രൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് മങ്കി പോക്സ് ബാധിക്കുന്ന അവസരങ്ങളിൽ സ്മോൾ പോക്സിന് അഥവാ വസൂരിക്ക്
നൽകുന്ന മരുന്ന് തന്നെയാണ് അവർക്കൊക്കെ തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ രണ്ട് വൈറസുകളും സ്മോൾ പോക്സ് വരുത്തി വെക്കുന്ന വെരിയോള വൈറസും അതുപോലെ തന്നെ ഈ ഒരു മങ്കി പോക്സ് വൈറസിനും വലിയ തോതിൽ സാമ്യതകളുണ്ട്. രണ്ടും ഏറെക്കുറെ ഒരേ ഫാമിലിയിൽ പെട്ടതാണ് എന്ന കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സ്മോൾ പോക്സിന് നൽകുന്ന മരുന്നുകൾ, അതിന് നൽകുന്ന വാക്സിനുകളൊക്കെ തന്നെയും എം പോക്സിനും കൂടെ അവിടെ നൽകി വരുന്നത്. ഇവിടെ ഉയർന്നു വരുന്ന മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ചോദ്യമുണ്ട്. 1970 മുതൽക്കേ തന്നെ മങ്കി പോക്സ് മനുഷ്യരിൽ കണ്ടെത്തി തുടങ്ങുന്നുണ്ട്. ഇത്രയധികം കാലങ്ങളായിട്ടുകൂടെ എന്തുകൊണ്ട് നമ്മൾ ഇതിന് കൃത്യമായിട്ടുള്ള വാക്സിനുകൾ കണ്ടെത്തുന്നില്ല? ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു എം പോക്സ് ബാധിച്ചിട്ടുണ്ടായിരുന്ന സ്ഥലവും അവിടുത്തുകാരായിട്ടുള്ള ആളുകളുടെ സാമ്പത്തിക നിലയുമായിട്ടൊക്കെ തന്നെയും വലിയ ബന്ധം അതിനുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് തീർച്ചയായും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആഫ്രിക്കയിലെ ദരിദ്രന്മാരായിട്ടുള്ള ആളുകൾക്കിടയിലൊക്കെ തന്നെയാണ് കാര്യമായ നിലയിൽ തന്നെ ഇത്രയും കാലമായിട്ട് ഈ ഒരു എം പോക്സ് അങ്ങനെ വലിയ തോതിൽ തന്നെ പടർന്ന് പന്തലിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും അവിടേക്ക് ഇങ്ങനൊരു വാക്സിനൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് കാര്യമായിട്ടുള്ള നേട്ടങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ വാക്സിനുകൾ കണ്ടെത്താൻ ഇത്രയധികം കാലം നമ്മളങ്ങനെ വൈകി നീണ്ടുനിണ്ട കാര്യം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് ഈ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് പകരം ഏതെങ്കിലും ഡെവലപ്പിംഗ് കൺട്രിയിലോ അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രിയിലോ ഒക്കെയാണ് ഈ ഒരു എം പോക്സ് വലിയ തോതിൽ തന്നെ വ്യാപിച്ചിട്ടുണ്ടായിരുന്നതെങ്കിൽ ഏതോ കാലത്ത് തന്നെ നമ്മൾ അതിന് കൃത്യമായിട്ടുള്ള മരുന്നുകൾ കണ്ടെത്തുമായിരുന്നു. എന്തൊക്കെ തന്നെയായാലും 5 മുതൽ 21 ദിവസം സമയമെടുത്തുകൊണ്ടാണ് ഈ ഒരു വൈറസ് ഒരാളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങളൊക്കെ തന്നെയും പ്രധാനമായിട്ടും അയാളിൽ കണ്ടുവരുന്നത്. ഈ രോഗലക്ഷണങ്ങളെക്കുറിച്ച് തന്നെ പരിശോധിച്ച് നോക്കുമ്പോൾ തലവേദന, പനി, അതുപോലെ തന്നെ മസിൽ പെയിന്, ശരീരമാസകലം, റാഷസ് പൊങ്ങി വരുന്നത്, ചെറിയ ചെറിയ കുമിളകൾ പൊങ്ങി വരുന്നത്, അതിൽ തന്നെ മുഖത്തും മറ്റുമൊക്കെ ആയിട്ട് തുടങ്ങിയിട്ട് ശരീരമാസകലം വ്യാപിക്കുന്ന നിലയിലായിരിക്കും ഈ റാഷസുകൾ ഉണ്ടാവുക. മാത്രവുമല്ല പുരുഷന്മാരുടെയൊക്കെ പ്രൈവറ്റ് പാർട്ടുകളിൽ കൂടുതലായിട്ട് ഇതുമായി ബന്ധപ്പെട്ട കുമിളകൾ, റാഷസൊക്കെ തന്നെയും കാണാറുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി എങ്ങാനും ഒരു വ്യക്തിക്ക് ഈ ഒരു മങ്കി പോക്സ് ബാധിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ചികിത്സ എങ്ങനെയാണ് ഈ ഒരു അസുഖം വന്ന് മാറുക എന്ന വിഷയത്തെക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ സ്മോൾ പോക്സിൻ്റെ വാക്സിൻ ഈ ഒരു അസുഖത്തിനും കൃത്യമായ നിലയിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 മുതൽ 4 ആഴ്ച വരെയാണ് ഇതുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ, പ്രശ്നങ്ങളൊക്കെ തന്നെ നീണ്ടു നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ ഒരു 4 ആഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു അസുഖം പൂർണ്ണമായിട്ടും പല ആളുകളിലും ഭേദമാകുന്നതായിരിക്കും. അതിൽ തന്നെ മരുന്നുകളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഹെൽത്ത് ഇമ്മ്യൂണിറ്റി ഒക്കെ വളരെയധികം വീക്കായിട്ടുള്ള ആളുകളൊക്കെയാണ് ഈ ഒരു എം പോക്സ് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്നതും മരണത്തിലേക്ക് പോലും ആളുകളെ ഏറ്റവും ഒടുവിൽ കൊണ്ടെത്തിക്കുന്നതുമൊക്കെ. ഈ ഒരു 2024 കണക്കുകൾ മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഏറെക്കുറെ 14,000 മുതൽ 17,000 വരെ എം പോക്സ് കേസുകൾ ലോകത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങളിലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ 500-ലധികം മരണങ്ങളും ഇതിനോടകം തന്നെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കോവിഡ് പോലെ വലിയൊരു ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ തന്നെയും എം പോക്സ് നീങ്ങുമോ, അത്രത്തോളം നമ്മളതിന് ഭയപ്പെടേണ്ടതുണ്ടോ എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നോക്കുമ്പോൾ അത്ര വലിയ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ ഇവിടെ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ COVID-19 വൈറസ് ഒരാളുടെ ശരീരത്തിലേക്ക് എത്തിയിട്ട് അയാളുടെ ശരീരത്തിൽ സിംറ്റംസ് ഒക്കെ കാണിച്ചു തുടങ്ങുന്നതിന് മുമ്പേ തന്നെ മറ്റുള്ള ആളുകളിലേക്ക് അത് പടരാനുള്ള സാധ്യതകൾ കൂടുതലായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എം പോക്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരാളുടെ ശരീരത്തിലേക്ക് എം പോക്സ് വൈറസ് എത്തിയിട്ട് ഈ പറഞ്ഞ 5 മുതൽ 21 ദിവസങ്ങൾക്കൊക്കെ ഉള്ളിലായിരിക്കും അയാളുടെ ശരീരത്തിൽ ഈ സിംറ്റംസ് ഒക്കെ കാണുന്നത്. അങ്ങനെ ഈ സിംറ്റംസ് കാണിച്ചു തുടങ്ങിയതിന് ശേഷം മാത്രമേ മറ്റുള്ള ആളുകളിലേക്കൊക്കെ തന്നെയും ഈ ഒരു എം പോക്സ് വൈറസ് വ്യാപിക്കുകയുള്ളൂ, പടരുകയുള്ളൂ. ഇനി എങ്ങനെയാണ് ഈ ഒരു എം പോക്സ് മറ്റുള്ള ആളുകളിലേക്ക് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും എം പോക്സ് ബാധിച്ചിട്ടുള്ള ആളുകളോട് നമ്മൾ ക്ലോസ് ആയിട്ട് കോണ്ടാക്ട് വരുമ്പോൾ, അടുത്തിടപഴകുമ്പോൾ, അതുപോലെ തന്നെ അവരുടെ ബോഡി ഫ്ലൂയിഡിൽ നിന്ന് അവരുടെ ശരീരത്തിലും മറ്റൊക്കെ നമ്മൾ തൊടുന്ന അവസരത്തിലൊക്കെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈ ഒരു എം പോക്സ് വൈറസ് കാര്യമായ നിലയിൽ തന്നെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ തടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ ഒരു എം പോക്സ് വരാതിരിക്കാൻ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഈ ഒരു രോഗം ബാധിച്ചിട്ടുള്ള ആളുകളെ നമ്മൾ ശുശ്രൂഷിക്കുന്ന അവസരത്തിൽ, അവരോട് അടുത്ത് ഇടപഴകുന്ന അവസരത്തിൽ നമ്മൾ കുറച്ചധികം ശ്രദ്ധ പാലിക്കുക. അതുപോലെ തന്നെ PPE കിറ്റ്, മാസ്ക് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ധരിക്കുക. ബേസിക് ഹൈജീൻ നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, കൈകളൊക്കെ കൃത്യമായിട്ട് വാഷ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും ഈ ഒരു വൈറസ് നമ്മളിലേക്ക് എത്താതിരിക്കാൻ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ മനസ്സിലേക്ക് ഉയർന്നു വരുന്ന വലിയൊരു ചോദ്യം ഉണ്ടാവും. ഇത്രയും അധികം വർഷങ്ങളായിട്ട് എം പോക്സ് നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ വീണ്ടും എം പോക്സ് വലിയൊരു ചർച്ചാ വിഷയമായിട്ട് മാറുന്നു? എന്തുകൊണ്ട് WHO പോലും ഒരു ഗ്ലോബൽ ഹെൽത്ത് എമർജൻസി ആയിട്ട് ഇതിനെ ഡിക്ലെയർ ചെയ്യുന്നു? ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഒന്നാമതായിട്ട് ഈ ഒരു എം പോക്സ് വൈറസിൻ്റെ Clade 1 വിഭാഗത്തിൽപ്പെടുന്ന വൈറസാണ് ഇപ്പോൾ വലിയ തോതിൽ തന്നെ പ്രചരിച്ചു
വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്, പടർന്നുകൊണ്ടിരിക്കുന്നത്. അതിന് മറ്റേതിനെ അപേക്ഷിച്ച് വീര്യം കൂടുതലാണ്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നമ്മൾ നോക്കുമ്പോൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ വ്യത്യസ്ത രാജ്യങ്ങളിലേക്കൊക്കെ തന്നെയും എംപോക്സ് ഇപ്പോൾ വലിയ തോതിൽ തന്നെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ആഫ്രിക്കൻ കൺട്രീസിൽ മാത്രം ഉണ്ടായിരുന്ന എംപോക്സ് സ്വീഡനിലേക്കും കാനഡയിലേക്കും പാകിസ്ഥാനിലേക്കും അത് കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഫിലിപ്പൈൻസിലേക്കൊക്കെ തന്നെയും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനിയും വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് എംപോക്സ് എത്തിച്ചേരാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെ തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ ഏതായാലും ഇന്ത്യയിൽ ഇതുവരെ എംപോക്സ് നമ്മളിതുവരെ കണ്ടെത്തിയിട്ടില്ല. ആ ഒരു കാര്യത്തെക്കുറിച്ച് ഏതായാലും നിലവിൽ നമുക്കൊരു ആശ്വാസം ഉണ്ടെങ്കിൽ കൂടെയും കൃത്യമായ നിലയിൽ തന്നെ ആഫ്രിക്കൻ കൺട്രീസിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എയർപോർട്ടുകൾ അവർ കൃത്യമായ പല പരിശോധനകൾക്കും നമ്മൾ വിധേയമാക്കുന്നുണ്ട്. അതിപ്പോൾ ഇന്ത്യ കൂടാതെ മറ്റു വ്യത്യസ്തമായിട്ടുള്ള രാജ്യങ്ങളൊക്കെ തന്നെയും ചൈന പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെയും ഇത്തരത്തിൽ ആവശ്യമായിട്ടുള്ള സുരക്ഷാ നടപടികളിലേക്കൊക്കെ തന്നെയും നീങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസോടെ വൈൻഡപ്പ് ചെയ്യാണ്. എംപോക്സിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചുവാണെന്ന് വിചാരിക്കുന്നു. കൃത്യമായിട്ട് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക, പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ഹാൻഡ് വാഷ് ചെയ്യുക. ഇത്തരത്തിൽ ഈ ഒരു എംപോക്സ് ആർക്കെങ്കിലും ബാധിച്ചിട്ട് നിങ്ങൾ അറിയുകയാണെങ്കിൽ ചാടിക്കയറി അവരുടെ അടുത്തേക്ക് ഒരു രോഗസന്ദർശനം നടത്താൻ പോകുന്നതിന് പകരമായിട്ട് അതിൽ നിന്നൊക്കെ ഒന്ന് മാറിയിരിക്കാൻ ശ്രമിക്കുക. ഇനി എങ്ങാനും പോകേണ്ട അത്യാവശ്യ സാഹചര്യം വരികയാണെങ്കിൽ തന്നെ PP കിറ്റ്, മാസ്ക് പോലുള്ള ധരിക്കുക. അത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും നമുക്ക് ചെയ്യാനുള്ളത്. മുമ്പൊക്കെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമ്മൾ അമിതമായിട്ട് ഭയപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. കൃത്യമായ ജാഗ്രത നമ്മളവിടെ പാലിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാട് വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാൻ പ്രതീക്ഷയോടെ ബൈ.